ഹലോ. ഒരു തകർപ്പൻ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ദേണ്ട ഈ കാണുന്നത്. മഴയോ ആസ്വദിക്കാൻ പറ്റിയില്ല, ഞങ്ങളുടെ ഉറക്കമായിരുന്നു. അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നേരിച്ചിട്ടാണ് ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ ഒരു 6 മണി 6:30 സമയമായി കാണും. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. എന്ത് രസമല്ലേ. വെക്കേഷൻ ആയി കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില എക്സ്പ്ലോറേഷനൊക്കെ എനിക്ക് പതിവാണ്. പക്ഷേ ഇന്നൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഇതിനൊക്കെ. ഈ ചെടിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നോക്കുന്നതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അമ്മച്ചിക്കും ആൻറ്റിക്കും മാത്രമുള്ളതാണേ. ആ ഒരു പിള്ളേരെ നോക്കുന്നതിനൊക്കെ അടിപൊളിയായിട്ടാണ് ഈ ചെടികളൊക്കെ നോക്കുന്നത്. ചെടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ പണ്ടത്തെ മുതലുള്ള വീക്ക്നെസ് ആണ്. എന്നാലും ഞങ്ങൾ ഇതിനകത്തേക്കൊന്നും അധികം അങ്ങ് ഇൻവോൾവ് ചെയ്യാറില്ല. അവരായി അവരുടെ പാടായി. പക്ഷേ ഇങ്ങനത്തെ ആസ്വാദന പരിപാടികൾക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ടേ. മഴ പെയ്ത് കഴിയുമ്പോൾ പ്രത്യേക രസമാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഈ വാഴയിലയിലെ വെള്ളത്തുള്ളിലാട്ടോ. ഒരു പ്രത്യേക രസം അതൊക്കെ കാണാനായിട്ട്. ഈ മഴയാസ്വാദനം മാത്രമല്ല കേട്ടോ, ഇതിനിടയ്ക്ക് കൂടെ ഞാനൊരു ചായയും കുറച്ച് കപ്പയും മുളകൊക്കെ കഴിച്ചായിരുന്നു. ഈ മുളകിൻ്റെ റെസിപ്പി എൻ്റെ ആൻറ്റിയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പുല്ലും ഒന്ന് ആസ്വദിച്ചായിരുന്നു. മഴ പെയ്തതിന് ശേഷം പുല്ലിരിക്കാത്ത കൂടെ ഒക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാലും ഒന്ന് ആസ്വദിച്ചായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കുറച്ച് നേരത്തെ മിന്നി മറിഞ്ഞു പോയത്. എനിവേ, ഇന്നത്തെ ഈ മഴയും മഴയുടെ ആസ്വാദനവും ഇവിടെ കൂടെ നിൽക്കുവാണ്. മുറ്റത്തൂടെയൊക്കെ ചളിവിളി ആണെങ്കിലും ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. എന്തായാലും ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ.